ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനവും മഹത്വവുമുണ്ട്. ഭരണകൂടത്തിൻ്റെയോ മറ്റ് അധികാര കേന്ദ്രങ്ങളുടെയോ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് പൗരന്റെ മൗലികാവകാശമാണ്. എന്നാൽ ഈ അവകാശ പ്രഖ്യാപനം മറ്റൊരാളുടെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന തലത്തിലേക്ക് വളരുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ല, മറിച്ച് അരാജകത്വത്തിൻ്റെ വികൃത മുഖമാണ് വെളിപ്പെടുത്തുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഹർത്താലുകളും പണിമുടക്കുകളും പലപ്പോഴും ജനജീവിതത്തെ നിശ്ചലമാക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമരമുറകളായി മാറുന്നു. ഒരു ബഹളത്തിലേക്കോ പ്രശ്നത്തിലേക്കൊന്നും പോകുന്നു. സമാധാനപരമായി ആണ് നമ്മൾ പണിമുടക്കുന്നത്. പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ സാക്കളെ പ്രതിഷേധിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് തൊഴിലെടുക്കാനും സഞ്ചരിക്കാനും സമാധാനമായി ജീവിക്കാനുമുള്ള ഏതൊരു പൗരന്റെയും അവകാശം. ഈ രണ്ട് അവകാശങ്ങളും തമ്മിലുള്ള സംഘർഷം, നിർബന്ധിത പണിമുടക്കുകൾ സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങൾ, ഇതിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ അനിവാര്യത എന്നിവയെക്കുറിച്ചുള്ള ഗൗരവകരമായ ഒരു ചിന്തയാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും സംഘടിക്കാനുള്ള അവകാശത്തിൻ്റെയും ഭാഗമായാണ് പണിമുടക്കുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നീതി നിഷേധത്തിനെതിരെ പോരാടുന്നതിനും ചരിത്രപരമായി പണിമുടക്കുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ മൂക്കിന് തൊട്ട് മുൻപിൽ വെച്ച് മറ്റൊരാളുടെ കൈവീശാനുള്ള സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന പഴയ ചൊല്ല് ഇവിടെ വളരെ പ്രസക്തമാണ്. പ്രതിഷേധിക്കാനുള്ള ഒരാളുടെ അവകാശം മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ തൊഴിലെടുക്കാനുള്ള അവകാശത്തെയോ തടസ്സപ്പെടുത്താൻ പാടില്ല. പ്രവർത്തനമൊക്കെ ഉണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പണിമുടക്കുകൾ പലപ്പോഴും നിർബന്ധിത അടച്ചിടലുകളായി മാറുന്നു. കടകൾ ബലമായി അടപ്പിക്കുക, വാഹനങ്ങൾ തടയുക, യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുക, എന്തിന് സ്കൂളുകൾ പോലും അടപ്പിക്കുകയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ പ്രതിഷേധത്തിൻ്റെ രൂപമല്ല, മറിച്ച് കയ്യേറ്റമാണ്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം പണിമുടക്കിൽ പങ്കെടുക്കുന്നതും ഭയം മൂലം പങ്കെടുക്കാൻ നിർബന്ധിതരാകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ജനാധിപത്യപരമായ ഐക്യദാർഢ്യമാണെങ്കിൽ രണ്ടാമത്തേത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള അടിച്ചേൽപ്പിക്കലാണ്. ദേശീയ പണിമുടക്കുകളോ ഭാരത് ബന്ദോ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജനജീവിതം സാധാരണഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം മാത്രം പൂർണ്ണമായി നിശ്ചലമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കേരളത്തിലെ ജനങ്ങൾ പണിമുടക്കിനോട് പൂർണ്ണമായി യോജിക്കുന്നത് കൊണ്ടാണ് ഇതെന്ന് കരുതുന്നത് തെറ്റാണ്. മറിച്ച് നിരത്തിലിറങ്ങിയാൽ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് കേരളത്തെ നിശ്ചലമാക്കുന്നത്. വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാകുമോ, കടകൾ തല്ലിത്തകർക്കുമോ എന്ന ഭീതിയാണ് സാധാരണക്കാരെ വീടുകളിൽ അടച്ചിടാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആശയപ്രചാരണങ്ങളിലൂടെ ജനപിന്തുണ നേടുന്നതിന് പകരം ഭീതി വിതച്ച് വിജയിപ്പിക്കുന്ന സമരങ്ങൾ യഥാർത്ഥത്തിൽ ആ ആശയത്തിൻ്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്രമത്തിലൂടെ നേടിയെടുക്കുന്ന നിശബ്ദതയെ സമ്മതമായി വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയപരമായ വഞ്ചനയാണ്. വഴിതടയലും ഭീഷണിയും ഭയന്നും മാത്രം സഹകരിക്കുന്ന ഒരു സമൂഹം പ്രതിഷേധക്കാരോട് മാനസികമായി അകലുകയാണ് ചെയ്യുന്നത്. ഒരു പണിമുടക്ക് ദിവസം റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളിലും എത്തിച്ചേരുന്നവരുടെ അവസ്ഥ അതിദയനീയമാണ്. വിദേശത്തു നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ എത്തുന്നവർ പലപ്പോഴും നാട്ടിലെ സമരത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കും. മണിക്കൂറുകളോളം വിമാനത്തിലോ ട്രെയിനിലോ യാത്ര ചെയ്ത് ക്ഷീണിതനായി എത്തുന്ന വയോധികരും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വാഹനം കിട്ടാതെ വലയുന്ന കാഴ്ച പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി പോകുന്ന വാഹനങ്ങൾ പോലും തടയപ്പെടുന്ന സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരു ദിവസത്തെ വഴിമുടക്കൽ കാരണം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ നികത്താനാകാത്തതായിരിക്കും. ഉദാഹരണത്തിന്, വിദേശത്തേക്കുള്ള തൊഴിൽ വിസയ്ക്കായുള്ള അഭിമുഖത്തിന് പോകേണ്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് വാഹനം തടയപ്പെട്ടത് മൂലം കൃത്യസമയത്ത് എത്താൻ കഴിയാതെ വന്നാൽ അയാളുടെ ജീവിതത്തിലെ വലിയൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്.
അടിയന്തര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ വഴിയിൽ തടയുന്നതിലൂടെ എന്ത് വിപ്ലവമാണ് സാധ്യമാകുന്നത്? ആരുടെയൊക്കെയോ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി നിരപരാധികളെ വേട്ടയാടുന്ന പ്രവണത മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല. പണിമുടക്കുകൾ ആഹ്വാനം ചെയ്യുന്നവർ പലപ്പോഴും തൊഴിലാളികളുടെ ക്ഷേമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ പണിമുടക്ക് കാരണം പട്ടിണിയിലാകുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ദിവസവേതനക്കാരാണ്. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അടുപ്പ് പുകയാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഹർത്താലുകളുടെ നിശബ്ദ ഇരകൾ. സംഘടിത മേഖലയിലുള്ളവർക്ക് പണിമുടക്കിയാലും ശമ്പളം ലഭിച്ചേക്കാം. എന്നാൽ അസംഘടിത മേഖലയിലെ പാവപ്പെട്ടവർക്ക് അന്ന് വരുമാനം 0-മാണ്. തൊഴിലാളി വർഗത്തിന് വേണ്ടി എന്ന് അവകാശപ്പെട്ട് നടത്തുന്ന സമരങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് ഇതേ വിഭാഗത്തോടാണ് എന്നത് വിരോധാഭാസമാണ്. കൂടാതെ തുടർച്ചയായുള്ള ഹർത്താലുകളും മിന്നൽ പണിമുടക്കുകളും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെയും തകർക്കുന്നു. വിനോദസഞ്ചാര മേഖലയെ ഇത് കാര്യമായി ബാധിക്കുന്നു. ശാന്തമായ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന സഞ്ചാരികൾ ഹർത്താൽ ദിനങ്ങളിൽ മുറിക്കുള്ളിൽ അടച്ചിടേണ്ടി വരുന്നത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. കാലം മാറുന്നതനുസരിച്ച് പ്രതിഷേധ രീതികളും മാറേണ്ടതുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ബന്ദികളാക്കാതെ തന്നെ പ്രതിഷേധമറിയിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ക്യാമ്പയിനുകൾ, ജോലിക്ക് ശേഷം നടത്തുന്ന സായാഹ്ന ധർണകൾ, നിശബ്ദ പ്രതിഷേധ റാലികൾ എന്നിവയെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിജയകരമായി പരീക്ഷിക്കപ്പെടുന്ന സമരമുറകളാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ പിന്തുണയോടെ നടത്തുന്ന സമരങ്ങൾക്കേ ജനാധിപത്യ മൂല്യമുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നിയമവാഴ്ച കർശനമാക്കുകയും വേണം. നിർബന്ധിത ഹർത്താലുകൾക്കെതിരെയും വഴിതടയലിനെതിരെയും ഹൈക്കോടതിയുടെ നിരവധി വിധികൾ നിലവിലുണ്ടെങ്കിലും പലപ്പോഴും അവ നടപ്പിലാക്കപ്പെടുന്നില്ല. അക്രമം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനും പൊതുമുതൽ നശിപ്പിക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനും ഭരണകൂടം തയ്യാറാകണം. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് ക്രിമിനൽ കുറ്റമായി കണ്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവുകയുള്ളൂ. പ്രതിഷേധം ഒരു അവകാശമാണ്. എന്നാൽ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടാകരുത്. പണിമുടക്കേണ്ടവർക്ക് പണിമുടക്കാം. എന്നാൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അതിന് അനുവദിക്കാനുള്ള ജനാധിപത്യ മര്യാദയും കാണിക്കണം. പണിമുടക്കിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരെയും അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കാത്തവരെയും നിർബന്ധിച്ച് സഹകരിപ്പിക്കുന്നത് ഫാസിസമാണ്. നമ്മുടെ നാട് പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ പ്രാകൃതമായ സമരരീതികൾ ഉപേക്ഷിച്ച് പൗരബോധത്തോടു കൂടിയുള്ള പുതിയ പ്രതിഷേധ മാതൃകകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഓരോ പൗരനും അവൻ്റെ ജോലി ചെയ്യാനും സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്നിടത്താണ് ഒരു യഥാർത്ഥ ജനാധിപത്യം വിജയിക്കുന്നത്. വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും പാത വെടിഞ്ഞ് പരസ്പര ബഹുമാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാതയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തപക്ഷം ഓരോ ഹർത്താലും ജനങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത് ആശയങ്ങളല്ല, മറിച്ച് കൈപ്പേറിയ അനുഭവങ്ങളും തീരാത്ത ദുരിതങ്ങളും മാത്രമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.